ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലെക്സസ് മലയാളം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളതേ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുറേ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളൊരു കൺമഷി ഉണ്ടാക്കാൻ പോവുകയാണേ, ഓർഗാനിക് കൺമഷി. അതായത് അടിപൊളി നമ്മൾ ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് നമ്മൾ പറിക്കാൻ പോയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ വീടിനടുത്തുള്ള തുറക്കിൽ പാടത്താണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പാടത്തു നിന്നൊക്കെ ഇത് പറിച്ച് കൊണ്ടുവന്ന് ചെയ്യുന്നതാവും ഏറ്റവും ബെറ്റർ. കാരണം അത്രയും ഉഷാറായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. തുമ്പ വരെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. തുമ്പൊക്കെ അതിൽ ഉൾപ്പെടുത്തുന്നത് നമ്മളെ കണ്ണിനൊക്കെ കുളിർമയേകാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ പൂവാങ്കുരുന്നില, എന്താ പറയുക, കഞ്ഞുണ്ണി, ഇവിടെ കഞ്ഞുണ്ണി എന്നാണ് പറയുക കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയാമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ തുളസി എൻ്റെ നാട്ടിൽ തന്നെ എടുത്തതാണ്. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിൽ. പിന്നെ പറയണമെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല കെമിക്കലൊന്നും അടങ്ങാത്ത നല്ല സാധനം വെച്ചിട്ട് നമ്മൾക്ക് കൺമഷി ഉണ്ടാക്കി നമ്മളെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിവിടെ കെമിക്കലോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മളത് കഴുകി വൃത്തിയാക്കി നമ്മൾ വെട്ടി നല്ല കുഴമ്പ് രൂപത്തിലാക്കി അതിൻ്റെ നീരെടുത്തതിന് ശേഷമാണ് നമ്മളത് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇത് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കണം. കാരണം കുറച്ച് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ പോലും ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്ത സമയമല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വെച്ച് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ആണത് ഉണ്ടാക്കാൻ നിൽക്കുന്നത് കേട്ടോ. ഇത് പൂവാങ്കുരുന്നില. അപ്പോൾ ഇതും മൊത്തം എല്ലാ സാധനങ്ങളും വെള്ളത്തിലിട്ട് നല്ല കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് നമ്മളിത് വേറെ വെള്ളത്തിലും കൂടെ കഴുകി എന്നതിന് ശേഷമാണ് കേട്ടോ. തുമ്പപ്പൂവ് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഈ സമയത്ത് തുമ്പ കിട്ടുമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പോയ സമയത്ത് തുമ്പ കിട്ടിയപ്പോൾ സന്തോഷം എന്ന് വിചാരിച്ച് പറിച്ച് പോകുന്നതാണ്. അപ്പോൾ നല്ല വലിയ തുമ്പേൻ്റെ ഒരു തൈയാണ് കിട്ടിയിട്ടുള്ളത്. 2-3 ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ഇതേ പറിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒന്നും കൂടി നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുകയാണ് കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം വേറൊരു ബക്കറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നതിന് ശേഷം പിന്നെ ഇത് ഞാനിപ്പോൾ വീടിൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ വൈകുന്നേരം സമയത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ പറിച്ചുകൊണ്ട് വന്നതാണ്. ശരിക്കും തുളസി വൈകുന്നേരം സമയത്ത് പറിക്കാൻ പാടില്ല എന്നാണ് പറയുക. ക്ഷമ ചോദിച്ചിട്ട് വേണം പറിക്കാൻ എന്നൊക്കെയാണ് പറയുക. ശരിക്കും ശാസ്ത്രീയപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനത് പറിച്ചുകൊണ്ട് വന്ന് കൃഷ്ണ തുളസിയാണ് കേട്ടോ. ഒരു കറുത്ത തുളസി ഉണ്ടല്ലോ, കൃഷ്ണ തുളസി, അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ എവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ടൈമല്ലേ, മഴയത്ത് ഉണ്ടായ എല്ലാ സാധനങ്ങളും ഇപ്പോൾ നല്ല എന്താ പറയുക, ഇപ്പോൾ വെയിൽ കുറച്ച് ആകെ വാടി കരിഞ്ഞ് പോകാനുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് ഞാനത് എടുത്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് മൊത്തമായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി നല്ലൊരു ബക്കറ്റിലേക്ക്, ഇതൊരു ഓട്ടോ ബക്കറ്റാണ്, അതിലേക്കാണ് നമ്മൾ മാറ്റുന്നത് വെള്ളം കൂറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ബക്കറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നല്ലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് മാറ്റുക. എന്നിട്ട് ഞാൻ ഈ ഒരു ബക്കറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിവാക്കിയതിന് ശേഷം ആ കുഞ്ഞു ബക്കറ്റിലേക്കാണ് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെള്ളം നന്നായിട്ട് ഊരി എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പച്ച ബക്കറ്റിലേക്ക് ആക്കുന്നത് കേട്ടോ. പച്ച ബക്കറ്റിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ അതിലത്തെ വെള്ളം ഫുള്ള് ഊറി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ചെറിയ ബക്കറ്റിലേക്ക് ആക്കുന്നത്. അത് വെട്ടി കഷ്ണങ്ങളാക്കിയതിന് ശേഷം മാത്രം. അപ്പോഴാണ് നമുക്ക് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയവ മാത്രം നമുക്ക് മിക്സിയിലിട്ട് അടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ശരിക്കും അത് മിക്സിയിലിട്ട് അടിക്കുകയല്ല വേണ്ടത്, ഉരലിട്ട് കുത്തി അതിൻ്റെ ചാറെടുക്കണം. അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഉരലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വീടുകളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മിക്സിയാണ് കേട്ടോ ആശ്രയിക്കുന്നത്. മിക്സിയിൽ നന്നായിട്ട് അടിക്കുന്ന രീതിയിൽ വേണം ഇത് നന്നായിട്ട് കൊത്തിക്കറിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പൂവാങ്കുരുന്നില എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഹാർഡായിട്ടുള്ള സംഭവമാണ്. അപ്പം നമ്മളത് ഒരു മരക്കഷ്ണത്തിലോ അല്ലെങ്കിൽ ഇതിലോ വെച്ചിട്ട് കൊത്തി എടുക്കണം കേട്ടോ. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. നന്നായിട്ട് ആദ്യം ഞാൻ നമ്മുടെ കഞ്ഞുണ്ണിയാണ് ചെയ്യുന്നത്. കഞ്ഞുണ്ണി അരിഞ്ഞെടുത്താലും പറ്റും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുത്താൽ കുറച്ച് മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ അതുകൊണ്ട് അരിഞ്ഞെടുക്കാം. പക്ഷേ ഇത് ഞാൻ മൊത്തമായിട്ട് ഒരു ഇത് വെച്ചിട്ട് നന്നായിട്ട് കൊത്തിയെടുക്കുക ചെയ്യുന്നത്. മൊത്തമായിട്ട് കൊത്തിയെടുക്കുന്നതിൽ ഇതിൻ്റെ വേരടക്കമാണ്, സമൂലമാണ്, മൊത്തമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. വേരിനും പൂവിനും
അതിൻ്റെ ഇലകൾക്കും തണ്ടിനും അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇല മാത്രം എടുക്കാതെ അതിൻ്റെ എല്ലാ സംഭവങ്ങളും മൊത്തമായിട്ട് ആ ഒരു എന്താണ് ചെടി മൊത്തമായിട്ട് സമൂലമാക്കി എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലുള്ള ചളികളുണ്ടാവും, അത് മൊത്തമായിട്ട് ഒഴിവാക്കിയതിന് ശേഷം മാത്രം വേണം നമ്മളത് ഒഴിവാക്കാതാണ് നമ്മൾ പിന്നെയും പറഞ്ഞത് നന്നായിട്ട് ചളി ഉണ്ടാവും പൊടി ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ വേണം നമ്മളിത് നന്നാക്കാൻ. ഇത് കണ്ടോ, കുറച്ചൊരു ഹാർഡായിട്ടുള്ള സാധനമാണ് ഈ ഒരു പൂവാങ്കുറുന്നില. കാരണം മഴക്കാലത്തെ സമയമൊക്കെ ആണെങ്കിൽ കുറച്ചൊരു എന്താ പറയുക, നമുക്ക് കത്തി കൊണ്ടൊക്കെ എന്താ പറയുക, നമ്മളെ സാധാ പിച്ചാത്തി കൊണ്ടൊക്കെ അരിഞ്ഞെടുക്കാൻ പറ്റുന്ന ഇതാണ് ഉണ്ടാവുക. പക്ഷെ ഇത് കുറച്ചൊന്ന് മൂത്തിട്ടുണ്ട്. മൂക്കുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും. പിന്നെയെന്ന് പറയണമെങ്കിൽ ഈ ഒരു നമ്മുടെ തുമ്പപ്പൂവിൻ്റെ ഇതും കുറച്ചൊന്ന് മൂത്ത സാധനമാണ്. ഇളയതാണെങ്കിൽ നമുക്ക് കത്തി കൊണ്ട് അരിഞ്ഞാൽ തന്നെ സാധനം കിട്ടും. പക്ഷേ ഇത് ഞാൻ കുറച്ചൊരു വെട്ട് കത്തി വെച്ചിട്ട് കൊത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ അതുകൊണ്ടാണ് സ്പീഡിലിട്ടുകൊണ്ട് കാണിക്കുന്നത്. പിന്നെയെന്ന് പറയണമെങ്കിൽ തുടച്ച സ്ഥലമാണ്, നന്നായിട്ട് തുടച്ച സ്ഥലമാണ്, വെള്ളം ഇട്ടുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിലത്ത് തന്നെ ആക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ അതെടുത്തതിന് ശേഷം ഒന്നുകൂടി ഞാൻ കഴുകുന്നുണ്ട്. കഴുകിയതിന് ശേഷം മാത്രമാണ് മിക്സിയിലിട്ട് അടിക്കുന്നത് കേട്ടോ. ഓക്കെ, അത് കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടുണ്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം, നന്നാവുക. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മളെ എന്താ പറയുക, ഉരലിലൊക്കെ വെച്ചാണെങ്കിൽ നന്നായിട്ട് കുത്തി നന്നായിട്ട് ചാറെടുക്കാൻ കഴിയും. പക്ഷേ ഇതിൽ കുറച്ചൊന്ന് വെള്ളം, ഒരിത്തിരി വെള്ളം കൂട്ടാനേ പാടുള്ളൂ. അധികമായിട്ട് വെള്ളം കൂട്ടരുത്. അതിൻ്റെ ചാറ് കിട്ടാൻ പണിയായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം തന്നെയാണ് ഞാൻ അടിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലായിട്ടുണ്ട്. ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഈ ഒരു ലെവലിൽ അരച്ചെടുത്താൽ മെച്ചം എന്താ പറയുക, നന്നായിട്ട് നീര് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒന്നും കൂടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കിത് ശരിക്കും കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീര് കിട്ടും. എനിക്ക് നന്നായിട്ട് നീര് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അധികമായിട്ട് ഒരു ഇതിലായിട്ടില്ലല്ലോ, നല്ല വേനലായിട്ടില്ല, കുറച്ചൊരു തണുപ്പ് സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് സാധനം നീര് കിട്ടുന്നു. വാടിപ്പോയ ആ ഒരു സമയമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നീരും കിട്ടുന്നുണ്ട്. ഇനി ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കേട്ടോ. അപ്പോൾ തന്നെ അതിന് നീര് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഞാനൊരു അരിപ്പ വെച്ചിട്ട്, ഇത് കുറച്ച് വലിയ ഓട്ടയുള്ള ഒരു അരിപ്പയാണ് കേട്ടോ. ആ അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. എത്രത്തോളം നമുക്ക് അതിൻ്റെ ചാറ് കിട്ടുമോ അത്രയും ബലത്തിൽ വേണം നമ്മളത് പിഴിഞ്ഞെടുക്കാൻ. ഒരിത്തിരി പോലും നമ്മൾ ഒഴിവാക്കരുത്. കാരണം അത്രയും കഷ്ടപ്പെട്ട് പറിച്ച് വന്ന സാധനമല്ലേ. പിന്നെയെന്ന് പറയണമെങ്കിൽ ഗുണങ്ങൾ അത്രയും കൂടുതലാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, നീര് കിട്ടുന്നത് 2 കൈയിനോടൊക്കെയാണ് ഞാൻ പിഴിയുന്നത്. പിന്നെയെന്ന് പറയണമെങ്കിൽ നമ്മൾ തുണി വെച്ചിട്ട് നന്നായിട്ട് അതിൽ കെട്ടിയിട്ട് ചെയ്താലും നന്നായിട്ട് നീര് കിട്ടും. എനിക്ക് പിന്നെ ഒരു തുണി കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ സുഖം അതിനനുസരിച്ച് ചെയ്യുക. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ക്ലാസ് ഉണ്ട്, എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ കുത്തി എടുത്താലും നമുക്ക് നന്നായിട്ട് നീര് കിട്ടും. ചിലർക്ക് കൈക്ക് നല്ല ഉറപ്പ് കിട്ടില്ല ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുള്ളത്. ചിലർക്ക് നല്ല അമർത്താൻ കഴിയാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് വേറൊരു ചെറിയ കണ്ണിയുള്ള അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് കിട്ടുന്നുണ്ട്. അതും നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നെ വേറെ കാര്യം, നമ്മളത് സെയിൽ ചെയ്യുന്നുണ്ട്. സെയിൽ ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വിവരം അറിയിക്കാവുന്നതാണ്. ഇതിൽ നമ്പർ കൊടുക്കുക. നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ കൺമഷി എത്തുന്നതായിരിക്കും കേട്ടോ. നല്ല ഒരു കെമിക്കലും ഇല്ലാത്ത നല്ല നാച്ചുറലായിട്ടുള്ള കൺമഷിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് ഇത്രയും വിശദമായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു അരിപ്പയിലിട്ടാണ് നമ്മൾ അരിച്ചപ്പോൾ ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. കണ്ടോ, ഇത്രയും നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല നീര്, നല്ല ഔഷധം. അത് നമ്മൾ ആ ഒരു
പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പം തന്നെ അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, നല്ലൊരു സ്മെല്ലാണ്. നമ്മളൊരു എന്താ ഞാൻ പറയുക, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ കേട്ടോ. കൂടുതലായിട്ട് ഞാനിപ്പം ഒരു വലിയൊരു ഷോൾ, നല്ല കോട്ടൻ്റെ ഷോളിലാണിത് ചെയ്യുന്നത്. എന്താണ് മല്ല് തുണി എന്ന് പറഞ്ഞാൽ ഒരു തുണി നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. ആ തുണി വെച്ചിട്ടാണ് പൊതുവേ ചെയ്യാറ്. പക്ഷേ എൻ്റെ കയ്യിൽ നല്ല ഒരു കോട്ടൻ്റെ ഷോൾ ഉള്ളത് കൊണ്ട് ഞാൻ ആദ്യം കോട്ടൻ്റെ ഷോൾ ചെറുതെടുത്തിട്ട് അതിലാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം വലിയൊരു ഷോള് ഇതിൻ്റെ തന്നെ മുറി കഷ്ണം എടുത്തിട്ട് ഒന്നും കൂടെ കൂടുതലായിട്ടും വെച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട്, എല്ലാവരും കണ്ടോളൂ. ഇത് 2 ദിവസമായിട്ട് ഞാൻ ചെയ്ത പണിയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. കാരണം കുറച്ച് പണിയൊന്നുമല്ല ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. നല്ല റിസ്ക് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കൺമഷി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം ആൾക്കാർ ശ്രമിക്കുക വാങ്ങാൻ വേണ്ടിയിട്ട്, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. ഇതും ഒരു കോട്ടൻ്റെ ഷോളാണ്, ഞാൻ പറഞ്ഞല്ലോ. കോട്ടൻ്റെ ഷോളിൽ മുക്കി വെച്ച് കുറച്ച് നേരം പിഴിഞ്ഞെടുത്തു. പിന്നെ അത് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത് നമ്മളത് പിഴിയും, അതിൽ മുക്കിയേണ്ട പിഴിയും. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുള്ള ഒരു തുണി ആണ് നമ്മളിനി കത്തിക്കാൻ പോണത് കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കാണുക. പിറ്റേ ദിവസമാണ് നമ്മളിത് കത്തിക്കണത് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇത് ഉണക്കിയിട്ട് വേണം, ഈ ഒരു പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ട് ഇത് ഉണക്കി കണ്ടോ. ഇനി അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ ഇതുപോലെ തന്നെ പിഴിഞ്ഞ് ഉണക്കി പിടിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം വേണം പിറ്റേത് കത്തിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം റിസ്ക് എടുത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ അത്രയും ഇത് മനസ്സിലാവുള്ളൂ. പണി എടുക്കുന്ന ആൾക്കാർക്കല്ലേ പണീൻ്റെ പൈസേൻ്റെ വില അറിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി, നമ്മൾ പണിയെടുക്കുന്ന ആൾക്കാർക്ക് നമ്മളതിൻ്റെ ഒരു ഇത് മനസ്സിലായി കിട്ടുള്ളൂ. ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ ആലോചിച്ചു, ഇത്രയും പണി ഇപ്പോൾ ഞാൻ ചെയ്തതാണല്ലോ എന്ന്. കാരണം അത്രയും കൺമഷി കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അത് ചെയ്തതിന് ശേഷം. കാരണം ഫസ്റ്റ് ഞാൻ ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചെറിയ തുണിയിലുള്ള കൺമഷി മാത്രമേ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. വലിയ തുണിയിലുള്ള കൺമഷി പിന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഇത്രയും സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല. നമ്മൾ ചെറിയ ഒരു തുണീൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് കത്തിച്ച് കാണിക്കുന്നത്. കണ്ടോ, ഈ ഒരു തുണിയാണ് നമ്മൾ കത്തിച്ച് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളൊരു ചിരാത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിരാത് നമ്മൾ ചെന്നൈയിൽ പോയ സമയത്ത് കൺമഷി ഉണ്ടാക്കാനായിട്ടൊരു ചിരാത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ചിരാതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അതിനിടയിൽ കൂടെ എൻ്റെ മോന് നെയ്യിൻ്റെ പാത്രം ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതുപോലെ കാണിക്കുന്നതിനനുസരിച്ച് അവനും കാണിക്കുകയാണത്. കുറേ ഞാൻ പറഞ്ഞല്ലോ പിന്നെ റിസ്ക് എടുത്തിട്ടുണ്ട് ഇത് കുറേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളൊരു തിരിയാക്കി മാറ്റിയിട്ടോ. ഇതുപോലെ തിരിയാക്കിയതിന് ശേഷം ഒരു ചിരാത് വെച്ചിട്ട് ആ ചിരാതിൽ നെയ്യും എണ്ണയും ഒഴിച്ച്, ഇതാണ് ഞാൻ ചെന്നൈയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. കുറച്ച് ഇതിന് അധികം വില ആയിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തായാലും 100 രൂപേൻ്റെ കൂടുതലായിട്ട് വരും. ഇതിന് എനിക്ക് 30 രൂപ അവിടെ നിന്ന് ആയിട്ടുള്ളൂ. സംഭവം ഇത് കാണുന്ന പോലെയല്ല, കുറച്ച് വലുപ്പമുള്ള ചിരാതാണ്. ഇതിലേക്ക് എണ്ണയും നെയ്യും ഒഴിച്ച് വേണം നമ്മൾ കത്തിക്കാൻ. ഓക്കെ, എണ്ണ കുറച്ചുള്ളായിരുന്നു, അത് ഉള്ളത് ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ നമ്മൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നതിന് ശേഷം ഒരു പാത്രം സൈഡിൽ വെച്ചിട്ട് ഒരു മൺകുടുക്ക എടുത്തതിനാണ് ഞാൻ കമിഴ്ത്തി വെക്കുന്നത് കേട്ടോ. ഇതിലിപ്പോൾ നെയ്യും എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നെയ്യും എണ്ണ ഒഴിച്ചതിന് ശേഷം ആ ഒരു പാത്രം ഉണ്ടല്ലോ വട്ടത്തിൽ വെച്ചിട്ടുള്ളത്, ആ ഒരു പാത്രം സൈഡിൽ വെച്ചിട്ട് നമ്മൾ ചട്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയുള്ള ചട്ടി എന്ത് കാണിക്കുക, നമ്മൾ ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് അതിന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് കമിഴ്ത്തി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നെയ്യാണ് ഒഴിക്കുന്നത്. ഞാനിത് ചെയ്യുന്നതിനനുസരിച്ച് മോനും എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ തുണി
വെച്ചു, കത്തിച്ചു. നമ്മളതിൽ പുക അതിൻ്റെ ഉള്ളിലേക്കാക്കി. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ മൂപ്പര് നോക്കുകയാണ്, ഇതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് എന്താ ഇപ്പോൾ ഇത് സംഭവം എന്നും വിചാരിച്ച്. അങ്ങനെ ഞാനും നോക്കി കറക്റ്റ് കത്തുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ കത്തുന്നതൊക്കെ കറക്റ്റായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ കണ്ടോ പുക പോകുന്നത് കണ്ടോ? ആ പുക പോകുന്നത് മൊത്തം കത്തി തുടങ്ങിയതിൻ്റെ ആ ഒരു പുകയാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ കത്തി തീരുമ്പോഴും അതുപോലൊരു പുക വരും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കണം ഇനി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ. കണ്ടോ? അപ്പോൾ നല്ല കരിമഷീൻ്റെ കട്ട പുകയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം പകുതി ആയിട്ടുണ്ട്, കത്തി തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടിയിലത്തെ കരി എന്തായാലും നോക്കാം കേട്ടോ. നമുക്കിന്ന് ചട്ടിയിലുള്ള കരി, അതായത് ചൂടുണ്ടാവും, അപ്പോൾ എന്തെങ്കിലും തുണി വെച്ചിട്ട് എടുക്കാൻ പാടുള്ളൂ. കണ്ടോ? നല്ല അടിപൊളിയായിട്ട് ആ കരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കരി ഇനി നമ്മൾ എന്തെങ്കിലും സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ ചുരണ്ടി എടുക്കണം. അപ്പോഴാണ് നമുക്ക് കൺമഷി ഉണ്ടാക്കാനുള്ള കരി അങ്ങനെയാണ് കിട്ടുക. അതിന് ചുരണ്ടി എടുക്കണം കേട്ടോ. മാക്സിമം കരി നമ്മൾ അതിന് എടുക്കണം, എന്നാൽ മാത്രമേ, കാരണം നമ്മൾ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ തുണി എടുത്തിട്ടുള്ളൂ. ആ തുണിയിൽ അനുസരിച്ചുള്ള കരി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് കുറേ കരിയൊന്നും കിട്ടില്ല. നമ്മൾക്കിപ്പോൾ വിചാരിച്ച ഒരു കൺമഷിക്കുള്ള, അതായത് ഒരു കൺമഷിൻ്റെ കുറ്റിക്കുള്ള ഒരു കരി നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് കുറേ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ മിക്സ് ചെയ്ത് കഴിയുന്ന സമയത്ത് അധികം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ആ കവിഴ്ത്തി വെച്ച പാത്രത്തിൻ്റെ സൈഡിലുണ്ടായിരുന്ന ഇതാണ് കേട്ടോ. അപ്പോൾ കരി ഇതാക്കണം. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ മിക്സിങ് നമ്മൾ നെയ്യും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഇതായതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്യേണ്ട മെത്തേഡ് വേറെയാണ്. ശേഷം നന്നായിട്ട് നമ്മളിത് ആവണക്കെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യ്, നല്ല മിൽമേൻ്റെ നെയ്യാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ കത്തിക്കെടുത്ത നെയ്യിൻ്റെ അതേ പാത്രം തന്നെയാണ്. അതിൽ കുറച്ചുണ്ടായപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചതാണ് നമ്മൾ കേട്ടോ. ഇപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് ക്രീമാക്കിയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് കണ്ണിൽ ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഒരു ഇത്തിരി കുറവുണ്ടായിരുന്നു, നമ്മുടെ ആവണക്കെണ്ണയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ആ ആവണക്കെണ്ണ കുറച്ചും കൂടെ ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഒന്നും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല ഉഷാറിൽ, നല്ല എന്താ പറയുക, കട്ടയില്ലാതെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് കിട്ടും. കണ്ടോ? മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അടിപൊളി കൺമഷിയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല കറുത്ത കൺമഷി. അപ്പോൾ നല്ല അടിപൊളി കൺമഷി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാനിത് മോൻ്റെയും എൻ്റെയും കണ്ണിൽ എഴുതി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കയ്യിൽ എഴുതി കാണിച്ചല്ലോ, ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, കണ്ണിൽ എഴുതുന്നുണ്ട്. കണ്ണിൽ എഴുതുമ്പോൾ തന്നെ നല്ലൊരു കുളിർമയാണ് കണ്ണിന് കിട്ടുന്നത്. ഞാനിത് ഓരോ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ചെങ്ങായി ഇങ്ങനെ വരികയാണ്. അപ്പോൾ എൻ്റെ കണ്ണിൽ എഴുതണമെന്ന് പറഞ്ഞ് എൻ്റെ കണ്ണിൽ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കുഞ്ഞു കുട്ടിയൊക്കെ വരെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ. നല്ല അടിപൊളി കൺമഷിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ നമ്മുടെ കൺമഷിയുടെ ഡപ്പയൊക്കെ ആക്കി മാറ്റുകയാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ കൺമഷി വേണ്ട ആൾക്കാർ ഞാൻ അതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓൾ കേരള ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പിന്നെ വീണ്ടും പറഞ്ഞ പോലെ തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഡിയർ ഫ്രണ്ട്സ്.